ശ്രീ സണ്ണി ജോസഫിനെ അഭിനന്ദിക്കുന്നതിന് മുമ്പ് ആദ്യമായി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അഭിനന്ദിക്കുക. കാരണം ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് തന്നെ പുറത്തിറക്കി. അതായത് യുദ്ധം ഉണ്ടാകുമോ എന്നുള്ള അന്തരീക്ഷത്തിൽ എല്ലാവരും ഇങ്ങനെ ഭയന്നിരിക്കുമ്പോഴാണ് ഈ ലിസ്റ്റ് പുറത്തു വന്നത്. അതുകൊണ്ട് ബോംബ് പൊട്ടും എന്ന് വിചാരിച്ച സ്ഥാനത്ത് ഒരു പടക്കം പോലും പൊട്ടിയില്ല. അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞ ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് പുറത്തിറങ്ങി. രണ്ടാമത് എനിക്ക് തോന്നി വിരുദ്ധ ചേരിയിൽ നിൽക്കുമ്പോഴും ചില ആളുകൾക്ക് ചില സമാനതകളുണ്ടാവും. ഞാൻ സണ്ണിയെയും ഗോവിന്ദമാഷയെയും കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഗോവിന്ദമാഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ സണ്ണി ജോസഫ് DCC പ്രസിഡന്റ്, ഗോവിന്ദമാഷ് സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ്. അതാ ഞാൻ പറഞ്ഞ വിരുദ്ധ ചേരിയിൽ നിൽക്കുമ്പോഴും എല്ലാവരും ചിലർക്ക് ചില സമാനതകൾ ഉണ്ടാകും എന്ന് പറയാൻ കാരണം. ഏതായാലും സണ്ണിക്ക് ഞാൻ എല്ലാ ഭാവങ്ങളും നേടുന്നതോടൊപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം കൂടെ അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ ഒരു ഭാഗ്യം പല മുൻ പ്രസിഡന്റുമാർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാതെ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിനെല്ലാത്തിലും ഉപരിയായി പണ്ട് ലീഡർ ശ്രീ കെ കരുണാകരൻ പറഞ്ഞൊരു വാചകം ഞാൻ ഓർപ്പിക്കുക. എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്, നമ്മൾ സീറ്റിന്റെ എണ്ണം നമ്മൾ കൂട്ടി 100 മുതൽ 120 വരെയൊക്കെ കിട്ടും. പക്ഷേ ശ്രീ കെ കരുണാകരൻ എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട്, എലക്ഷൻ ജയിക്കാൻ കള്ള് വേറെ കുടിക്കണം എന്ന് അദ്ദേഹം പറയാൻ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാതെ ഈ അന്തരീക്ഷം ഒരു വിജയത്തിലേക്ക് നയിക്കാൻ കഴിയില്ല. അത് അക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കാൻ എവിടെ കൂടി എല്ലാവരും പ്രതിജ്ഞ എടുത്തിട്ട് പിരിയാം. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് നല്ല വിജയം ഉണ്ടാവാൻ കഴിയും. ഏതായാലും ശ്രീ കെ സുധാകരൻ അദ്ദേഹം വളരെ നല്ല രീതിയിൽ 4 വർഷക്കാലം പ്രവർത്തിച്ചു. മാത്രമല്ല പറയേണ്ട അദ്ദേഹത്തിനെ കണ്ടാൽ ഒരു പരുക്കനാണെന്ന് തോന്നുമെങ്കിലും പലപ്പോഴും അദ്ദേഹം ഒരു ലോല ഹൃദയനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ കാരണം നമുക്ക് പാർട്ടി നയിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വേണമല്ലോ. ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാലേ നടക്കും. കാരണം പലതരക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. അപ്പോൾ അവരെയൊക്കെ മേയ്ക്കാൻ കഴിഞ്ഞു, നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തികച്ചും അഭിമാനത്തോടുകൂടെ തന്നെയാണ് അദ്ദേഹം ഇവിടെ നിന്ന് ഈ സ്ഥാനം ഒഴിയുന്നത്. പക്ഷെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ സഹായം നമുക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർ വന്ന് നല്ല കാര്യമാണ്. ഒരു തലമുറ മാറ്റാണ് ഞാൻ കാണുന്നത്. അത് വേണം, കുറെ കഴിയുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവണം. അല്ലാതെ സ്ഥിരം കണ്ടുമടുത്ത മുഖങ്ങൾ മാത്രം എപ്പോഴും കണ്ടുകൊണ്ടിരുന്നാൽ അത് ഒരു നല്ലൊരു ഏർപ്പാടല്ല. അത് അടുത്ത അസംബ്ലി ഇലക്ഷൻ അങ്ങനെ തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനുൾപ്പെടെയുള്ളവരൊക്കെ മാറി നിന്ന് ഈ പുതിയ തലമുറയെ ജയിപ്പിക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാണ്. അത് ആമുഖമായിട്ട് പറയാം.